പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് നല്ലൊരു ദിവസം അങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരണ്യയുടെ അതെ അങ്ങനെ ശരണ്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ദിവസം കഴിഞ്ഞ എൻ്റെ 40ാം പിറന്നാളിന് ഞാൻ 40 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞായിരുന്നു അന്ന് പറയാൻ പാടില്ല, അന്നത്തെ ദിവസം എത്രാമത്തെ വയസ്സൊന്ന് പറയേണ്ടത്. അപ്പം അത് കാരണം ഞാൻ പറയുന്നില്ല. അത് ബാക്കി വീഡിയോയിലേക്ക് പോകാം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിലേക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ശരണ്യയുടെ ജൂലൈ 10-ാം തീയതിയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പം ഇത്തവണ ഈ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് സാധാരണ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോയി ഒരു ഉടുപ്പും മേടിച്ചു കൊടുക്കും, അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ ബിനുച്ചേട്ടൻ, നമ്മുടെ ബിനു വർഗീസ് എന്ന് പറയുന്നത് നമ്മുടെ കോമഡി കോമഡിയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്ന് പറയാം. കാരണം നമ്മുടെ ജഗദീഷ് ചേട്ടനെ അവതരിപ്പിക്കുന്ന നമ്മുടെ ബിനു ചേട്ടൻ ശരണ്യക്ക് ഉടുപ്പ് മേടിച്ചു കൊടുത്തത്, കേക്ക് മേടിച്ചു തന്നതും ഒക്കെ കാരണം ബിനുചേട്ടൻ്റെ കാര്യം പറഞ്ഞമ്മ ഇപ്പം വേറൊന്നുമല്ല, ഇവിടെ ഞങ്ങളെ കാണാൻ വന്നപ്പോ തന്നെ നമ്മളൊരു കുടുംബാംഗങ്ങളുടെ ഭാഗമായിട്ട് അപ്പൊ അന്ന് ചോദിച്ചായിരുന്നു ശരണ്യയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. അപ്പൊ അന്ന് ഓർത്തിരുന്നേച്ചും ബിനുചേട്ടൻ എന്നാ ചെയ്ത് കഴിഞ്ഞ മാസം 10-ാം തീയതി തന്നെ പറഞ്ഞ് ബർത്ത്ഡേ ആണല്ലാന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഉടുപ്പൊക്കെ മേടിക്കാൻ പൈസ അയച്ചത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ അന്നല്ല, ജൂലൈ 10 പറഞ്ഞു. അങ്ങനെ ഇത്തവണ വീണ്ടും ആ പൈസ തിരിച്ചയച്ചു. അതെ, ഞങ്ങള് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു, എന്നിട്ട് തിരിച്ചയച്ചു തന്നു. അപ്പൊ ആ ഒരു മനസ്സിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും അതുപോലെ നിങ്ങൾ ഇടുന്ന ഒരു കമന്റ്, ചിലർക്കൊന്നും കമന്റ് ഇടാൻ സാധിക്കത്തില്ല, പക്ഷെ TV കാണുന്നവർക്കൊന്നും സമയം കമന്റ് ഇടാൻ സാധിക്കില്ല. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നന്ദി പറയും. അതെ, അപ്പൊ നമ്മളെ ബാക്കി വീഡിയോയിലേക്ക് എല്ലാരും ഒരുപോലെ സ്നേഹിക്കും. അതെ, എല്ലാരും ഒരുപോലെ സ്നേഹിക്കും. ബാക്കി അമ്പലത്തിൽ പോണ ബാക്കി വീഡിയോ കാണിച്ചു. അതെ, അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വരാം. അങ്ങനെ പതിവ് പോലെ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പോകുന്നതായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. അങ്ങനെ അതേ പ്രസാദമൊക്കെ ആയിട്ട് ശരണ്യ ഇറങ്ങി വന്ന് പിന്നീട് ഞങ്ങൾ കെ കാർമൽ പള്ളിയിൽ വന്നു. അങ്ങനെ അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ മോമ പള്ളിയിൽ വന്ന് നേരച്ചായിട്ടിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങി. രാവിലെ നല്ല മഴയായിരുന്നു, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊന്നും മഴയില്ലായിരുന്നു. അതായിരുന്നു ഭാഗ്യമായി. അപ്പോൾ കൂടെ ഞാൻ അമ്പലത്തിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ വൈകുന്നേരം ആ കേക്ക് മുറി. പിന്നെ നിങ്ങൾക്കെല്ലാം ഉടുപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ രാവിലെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നടത്താം അല്ലേ, പാചകത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് സ്പെഷ്യലുണ്ട്. ഇന്ന് ശരണ്യ പറഞ്ഞിരിക്കുന്ന ബിരിയാണി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിരിയാണി അല്ല, ഫ്രൈഡ് റൈസും അല്ല, ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നു, തല്ലിക്കൂട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ബിനിച്ചേട്ടനൊരു ബിരിയാണി പോട്ട് മേടിച്ച് തന്നേച്ചും പറഞ്ഞ് ശരണ്യയുടെ ബർത്ത്ഡേ അന്ന് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നതിലാണ് ഉദ്ഘാടനം. പിന്നെ കേക്ക് മുറിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വൈകുന്നേരം മുറിക്കത്തുള്ളൂ. നമ്മൾ കണ്ണൻ കോളേജിൽ പോയിട്ട് വന്നിട്ട് മുറിക്കത്തുള്ളൂ. അതെ, അപ്പൊ അന്നേരം അച്ചക്കുട്ടി അണ്ണനും ഒക്കെ വരും. ശരണ്യതേ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ നമ്മുടെ അമ്മതേ നല്ല അടിപൊളിയായിട്ട് അപ്പമൊക്കെ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പീസ് കറി. എന്നാൽ അതങ്ങോട്ട് കഴിച്ചേക്കാം. പിറന്നാൾ ദിവസമായിട്ട് രാവിലെ തന്നെ അപ്പവും ഗ്രീൻ പീസും കഴിച്ച്. നമ്മുടെ അമ്മയുണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പൊ ചായ കുടിക്കാൻ പോയാണ് ഞങ്ങൾ ഒന്നിച്ച്. അതെ, അപ്പൊ ഇന്ന് പിറന്നാൾ ദിവസമായിട്ട് അപ്പവും ഗ്രീൻ പീസുമാണ്. ഗ്രീൻ പീസ് കറി നമ്മുടെ അമ്മയാണ് ഇന്ന് അടുക്കളയിൽ തന്നെ ഫുള്ള്. ഞങ്ങള് അമ്പലത്തിലൊക്കെ ആയ കാരണം അതെ, ഇന്ന് പിറന്നാൾ ദിവസമല്ലേ, അപ്പൊ ശരണ്യനെ കേട്ടണ്ടല്ലോന്ന് ഓർത്ത്. കേട്ടാ ശരണ്യ? അതെ അതെ, ഇപ്പൊ കണ്ടാക്കണ അച്ഛൻ. അപ്പൊ ഇനി ഞാനും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചാൽ മതി. അപ്പം കഴിക്കുമ്പോ
അപ്പൊ അങ്ങനെ ഇന്ന് ശരണ്യ ഡ്രസ്സൊക്കെ അടുത്തത് മാറി. ഇത് നമ്മുടെ മാലിയിലെ ചേച്ചി അയച്ചു തന്ന രണ്ടാമത്തെ ഡ്രസ്സാണ്. അപ്പൊ ഞങ്ങള് കാപ്പി കുടിച്ചിട്ടൊക്കെ ബാക്കി വിശേഷം. അച്ഛനും ഇന്ന് അടുക്കളയിൽ തന്നെയാണ്. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് അച്ഛനാണോ ഇന്ന് അടുക്കളയിൽ പാചകം? പറഞ്ഞായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പോയി ഇച്ചിരി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്താണ്. അല്ല ഇന്ന് ഒരാൾ അടുക്കള കയറണില്ലെന്ന് പറഞ്ഞിട്ട് അതെന്ത് കയറാതിരിക്കാൻ പറ്റുമോ? അമ്മേനെ കൊണ്ട് ഒറ്റക്ക് നടക്കുന്ന കാര്യമായില്ല. കയറില്ലെന്ന് പറഞ്ഞാൽ ചെറിയ കയറ് അന്നേരത്തെ ആ ഒരു ഇതിന് പറഞ്ഞെന്ന് മാത്രമേ പിന്നെ ഇന്ന് കൂട്ടുകാരെ അച്ഛനിപ്പത് അടുക്കളയിലായിട്ട് വന്ന വേറൊന്നും അല്ല. അച്ഛൻ ഇന്ന് ശരണ്യക്ക് ബിരിയാണിക്കുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചോണ്ട് വന്ന് അല്ലേ? അങ്ങനെ ഇന്ന് ഉച്ചക്ക് ശരണ്യക്ക് പിന്നെ ചക്കക്കുരു പിടിക്കുന്ന പരിപാടിയില്ല എന്റെ ശരണ്യ. എന്റെ ദൈവമേ, എന്തെങ്കിലും കിട്ടിയാൽ അത് തന്നെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫുണ്ട്, ബീഫ് കറി ഉണ്ട് ഉച്ചക്ക്. പിന്നെ അവര് വൈകിട്ട് വരും. അന്നേരം നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു ആഘോഷം അല്ലേ, വീട്ടുകാർ മാത്രമുള്ള. അതെ. അപ്പൊ അങ്ങനെ രാവിലെ നമ്മൾ അതെ അത് ഞങ്ങൾ പറഞ്ഞായിരുന്നു കൂട്ടുകാരോട്. അതെ കണ്ണപ്പന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. അങ്ങനെ ശരണ്യ ചക്കക്കുരുവൊക്കെ വേവിച്ച് വെച്ച് എന്നിട്ട് സവാളയൊക്കെ ഇട്ട് എന്തൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം നിറഞ്ഞു പോണ്. അപ്പൊ ഇനി ബാക്കി വിശേഷത്തിലേക്കൊക്കെ പോകാം അല്ലേ? അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യ അതെ ഡ്രസ്സൊക്കെ മാറി വെച്ചെന്തേ കണ്ട ബീഫൊക്കെ അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് അങ്ങനെ നമുക്ക് ബീഫ് ആക്കിയേക്കാൻ നോക്കാം. അങ്ങനെ നല്ല അടിപൊളി ബീഫ് കിട്ടി. അമ്മയാണെങ്കിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ അച്ഛൻ ദേ വന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്നാ നോക്കാനാണ് അടുക്കള. ഇനി പാചകത്തിന്റെ ബഹളമാണ്. നമ്മുടെ അച്ഛനും മകളും കൂടി ഇതേ മസാലക്കൂട്ടൊക്കെ എടുത്ത് വെച്ച് തിരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മക്ക് പൊടിക്കാനും കൂടി വേണമെന്ന് പറഞ്ഞു. പിറന്നാള് നടത്തണേ. നിങ്ങൾ കമന്റ് അച്ഛന്മാരുടെ കടമയാ മക്കൾക്ക് ചെയ്തായിരുന്നു. ഇപ്പൊ കടയിലൊക്കെ പോയി എല്ലാം മേടിച്ചിട്ട് വന്നില്ലേ? അപ്പൊ ഇത് നിങ്ങൾ പെറുക്കി റെഡിയാക്ക് തരാം കേട്ടാ. ഞാൻ കൂടി സഹായിച്ചു കൊടുത്തേക്കാം. ശരി, ഓക്കെ. സവോള അരിഞ്ഞോണ്ടിരിക്കുക അല്ലേ? അതെ. മറ്റേ നമുക്ക് അരിയണ സാധനമുണ്ട്. പക്ഷെ എന്നാലും അതുമേ അരിയാൻ നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല. അമ്മയ്ക്ക് വിച്ചാത്തി കൊണ്ട് അരിയണതാണ്, മറ്റേ കുഴഞ്ഞു പോകുമെന്ന് എന്നൊക്കെ പറയാം. അപ്പൊ ഏതായാലും അരിഞ്ഞു കൊടുത്തേക്ക്. ശരണ്യ ഉണ്ടോ? നമ്മുടെ ബിരിയാണി റൈസ് ഒന്ന് എടുത്ത് വെള്ളത്തിയിട്ടേ കുതിർന്ന് കിട്ടണ്ടേ? അമ്മോട് പറയാം. ഒന്ന് അത് കൂടി ഇട്ടേ. മറ്റേ അരി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല നീളമുള്ള അരി കണ്ട അമ്മ പൊക്കെ കാണിച്ചേ. കണ്ട നല്ല നീളമുള്ള അരിയാണ്, നല്ല അരിയാണ്. അപ്പൊ നമ്മൾ ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇടണം. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ അച്ഛൻ ഏറ്റെടുത്ത് സവോള ഞാൻ അരിഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ അച്ഛൻ സവോള അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു. അങ്ങനെ ഇനി കുറച്ച് സവോള കൂടി അരിയാനിരിക്കുന്നു. അങ്ങനെ എല്ലാവരും പാചകത്തിരക്കിലാണ്. നമ്മുടെ പിറന്നാളുകാരി ഇരുന്നാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്നു. നമ്മുടെ അമ്മയാണെങ്കിൽ ഇത് കണ്ട നല്ല ബീഫ് കറി വെച്ചോണ്ടിരിക്കുകയാണ്. കണ്ടാ കൂട്ടുകാരെ, ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത് അല്ലേ? പിന്നെ നമ്മുടെ ഇന്നത്തെ ഫുൾ പാചകം ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള പാചകമായ കൊണ്ട് കാണിക്കുന്നില്ല. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അമ്മ വെച്ച ബീഫൊന്ന് ശരണ്യ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ശരണ്യ? നല്ലതാണ്, തിന്നില്ല, കണ്ടപ്പോഴേ നല്ലതാ. ഇത്തരം വെച്ച് നമ്മൾ 4 പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചേ വെച്ചുള്ളൂ, കാരണം ഉച്ചക്കത്തെ അതെ ഉച്ച ഊണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ചിക്കനൊക്കെ ബിരിയാണി വെക്കുന്നത്. തന്നെയാ ഇന്ന് നമ്മളെ ബിനിച്ചേട്ടൻ തന്ന ഈ ബിരിയാണി പോട്ടിലാണ് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട അതൊക്കെ അവരൊക്കെ ഒന്ന് മാറ്റിക്ക്. അപ്പൊ അച്ഛനാ നേരത്ത് പൈനാപ്പിളൊക്കെ കണ്ട ചെറിയ രീതിയിൽ
അരിഞ്ഞണ്ടിരിക്കുകയാണ് അല്ലേ? നല്ല രസമുണ്ട് ഇഡ്ഡലി അരിയണ കണ്ടിട്ട് തന്നെ. നല്ല ഭംഗിക്കൊക്കെ അരിഞ്ഞണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ശരണ്യ ബിരിയാണി പാത്രമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താ കൂട്ടുകാരെ, അതിൻ്റെ മൂടിയും തവിയും അല്ലേ? തവിയുണ്ട് കണ്ട, അടിപൊളി ഒരു ബിരിയാണി പാത്രമാണ്. ബിരിയാണി പോട്ട് അതിൻ്റെ മൂടിയ കാണിച്ചു കൊടുത്ത്. ആ ആ നമ്മുടെ ശരണ്യത ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി പീസിനായിട്ടുള്ള ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ട. ശരണ്യത ചിരിയൊക്കെ കണ്ട. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു. എനിക്ക് നല്ല വൃത്തിക്ക് കഴുകണം, അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാകത്തില്ല. അത് നമുക്കറിയാവുന്ന വീഡിയോക്കകത്തെല്ലാം ഉണ്ടല്ലോ. അപ്പൊ കൂട്ടുകാർ ഞങ്ങൾ വെച്ച ചിക്കൻ കറി ആണ്ടേ കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. സൂപ്പർ ചിക്കൻ കറി കണ്ട, അടിപൊളിയാണ്. അപ്പം ഇനി അങ്ങോട്ട് ബിരിയാണി റൈസ് കൂടി നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ അതെ ഞങ്ങൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് അല്ലേ? കണ്ടതെ അച്ഛൻ്റെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ? സൂപ്പറാ. പിന്നെ നമ്മൾ കറി സെപ്പറേറ്റ് ആണല്ലേ, ബിരിയാണി ആയിട്ടല്ല. ദേ കണ്ട, അടിപൊളി സൂപ്പർ. നമ്മുടെ കൊണ്ടത്തിലെ വിനു വർഗീസ് കൊണ്ടുവന്ന ബിരിയാണി പാത്രമാണ് കൊടുത്തതാണ്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ശനിയുടെ പിറന്നാളിന് കൂടെ ഓക്കെ. അല്ല എന്നാലേ ഇതൊന്ന് കെട്ടിയച്ചും പോയി മേടിക്കാം. നമ്മുടെ അന്ന് മേടിച്ച കേക്ക് മേടിച്ചില്ലേ നമ്മള് ക്രിസ്മസിനൊക്കെ? മുഹമ്മ നല്ല കേക്കല്ല ഞാനത്തെ അവിടെ തന്നെ ഓർഡർ കൊടുത്തിരിക്കണം. നമുക്ക് അവിടെ പോയി മേടിക്കാം. അല്ലേ ശല്യം വന്നുണ്ടോ? കേക്ക് മേടിക്കാൻ വന്നോ? ആ എന്നാ ഞാൻ ഇത് കൂടി കെട്ടിയച്ച് നമുക്ക് ഒന്നിച്ചു പോയി കേക്ക് മേടിക്കാം. എന്നാ ഇവിടെ ഇരിക്കട്ടെ. നേരിട്ട് പോകുന്നു. അതെ അതെ, പേരൊക്കെ എഴുതിയാ? ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ട ഒത്തിരി കളക്ഷൻ ഉണ്ടല്ലേ കേക്കുകൾ. ആഹാ ഇഷ്ടപ്പെട്ടോ? ശരി. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ചേട്ടനും കുടുംബവും ഒക്കെ എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കണ്ണപ്പൻ ഇവിടെ വന്നായിരുന്നു, കോളേജിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കണ്ടേ? അപ്പോൾ കണ്ട കൂട്ടുകാരെ നല്ല അടിപൊളിയാണ് കേക്ക്. നമ്മൾ മുഹമ്മ ചോക്കോലാലെന്ന് മേടിച്ച കേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഇതല്ലായിരുന്നു. അപ്പോൾ അവർ നമുക്ക് വേണ്ടി ഇതിന് ഇച്ചിരിയുടെയൊക്കെ നല്ല അടിപൊളി കേക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നതാണ്. അപ്പം നമുക്ക് മുറിക്കാം. അതുകൂടാതെ ശരണ്യക്ക് മിഠായി വരെയൊക്കെ കൊടുത്തു ഫ്രീ ആയിട്ട് അല്ലേ? അപ്പം നമുക്ക് വാ, ബർത്ത്ഡേക്കാരി എണീക്ക്. കൂട്ടുകാരെ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ടി അല്ല ഊത് ആദ്യം. കത്തി കത്തി എടുത്ത് ഊത്. വന്നില്ല.
എനിക്കാണോ തരുന്നത്? പക്ഷേ പോയി എനിക്ക് ഇത്ര വേണ്ട തെങ്ങി അങ്ങനെ ഇടുക. അല്ല മൊത്തം വായിച്ചല്ലേ. ഇതെടുത്തോളാം. മതി. അവിടെ ക്യാമറമാനുണ്ട് കേട്ടാ. ക്യാമറമാനുണ്ട്. ക്യാമറമാൻ കൊടുത്തേക്ക് ഇത് നമ്മുടെ ആദിത്യൻ. ആദ്യത്തിന് കൊടുക്കാം. ചലപ്പിച്ച് ഞാൻ ഇച്ചൂടെ തന്നേക്കാം. എങ്ങനെ വെച്ചോ? അതെ നമ്മുടെ ക്യാമറ ഞാൻ പിടിക്കാം. നമ്മുടെ കണ്ണപ്പൻ. ഇനി ബാക്കിയൊക്കെ അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ ബാക്കിയുള്ള കേക്കൊക്കെ അതെ അങ്ങനെ എല്ലാരും മുറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ശരണ്യ കേക്ക് അടിപൊളിയാണല്ലേ? സൂപ്പർ കേക്കാണ്. അപ്പൊ അച്ഛാ ഇച്ചിരി കഴിച്ചോ? നമുക്ക് ഷുഗറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം അല്ലേ അമ്മേ? കഴിച്ചോന്നേ ഇന്ന് ഞാനൊന്നും പറയല്ല. അതെ അതെ അച്ഛൻ്റെ പപ്പടം പൊള്ളിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് ബിരിയാണി പൊട്ടിക്കണമല്ലോ, അവർക്ക് കൊടുക്കണമല്ലോ. നമ്മുടെ ചേട്ടനും കുടുംബം അല്ലേ ഉള്ളു നമ്മുടെ ചടങ്ങിന്. അങ്ങനെ പപ്പടം അങ്ങോട്ട് പൊള്ളുന്നില്ലല്ലേ അച്ഛാ? ആദ്യത്തെ പപ്പടായ കൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ പപ്പടം പൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനി ബിരിയാണി പൊട്ടിച്ചാലോ? അതെ കണ്ടാ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കാത്തിരുന്ന ബിരിയാണി അങ്ങോട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല മഴയുണ്ട് പുറത്ത്, അതുകൊണ്ട് മഴയുടെ ഒച്ച കാരണം കേൾക്കുക. അതെ അതെ. അപ്പൊ നമ്മുടെ പിറന്നാളുകാരിക്ക് ആദ്യം പ്ലേറ്റിലേക്ക് കൊടുക്കുക. കണ്ടാ കൂട്ടുകാരെ അങ്ങനെ അടിപൊളി ബിരിയാണിയാണ്. സൂപ്പർ. അതെ അതെ അടിപൊളി. അപ്പൊ അതെ അച്ഛൻ്റെ അതിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ അതേ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ പിറന്നാളുകാരിക്ക് തന്നെ എടുക്കുന്ന ആ മുഖത്തെ സന്തോഷമൊക്കെ കണ്ട. അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ കറി കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി നമ്മുടെ കച്ചമ്പർ അല്ലേ? പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ഒരു പപ്പടം കൂടിയുണ്ട്. പപ്പടം. ഇനി ചിക്കൻ അമ്മ ഒന്ന് എടുത്തോണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് എന്നാ അത് മാറ്റിയിട്ടൊക്കെ ചിക്കൻ കറി കൂടി അവിടെ വെച്ച് എടുക്കാം. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചിക്കൻ കറി കൂടി കാണിച്ചു തരാം. മാറ്റാതെ അമ്മ അങ്ങോട്ട് മാറിയിട്ട് കണ്ടാ കൂട്ടുകാരെ നല്ല അടിപൊളി ചിക്കൻ കറി അല്ലേ? കണ്ട കോഴിക്കാലെടുത്ത് വെച്ചോ. അപ്പൊ അങ്ങനെ നമ്മുടെ കോഴിക്കാല് തന്നെ അങ്ങോട്ട് ആദ്യം കയറി പിടിച്ച് എന്താ വന്നില്ലേ ചാ? അതിന്ന് വരാൻ പാടല്ലേ കോഴിക്കാലിന്. അപ്പൊ അങ്ങനെ നമ്മുടെ കോഴിക്കാല് ചേലം വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരും പോയി നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിക്കാം. ഈ ബർത്ത്ഡേക്ക് നിങ്ങൾ എല്ലാരും വിഷ് ചെയ്തതും നമ്മുടെ വീഡിയോ കണ്ടതുമായ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതെ അതെ നമ്മുടെ ബിനു ചേട്ടനും കുടുംബത്തിനും ബിനു ചേട്ടന്റെ അമ്മയൊക്കെ ഇന്ന് നേരം വിളിക്കുക ശരണ്യനെ വിളിച്ചതിനെ വിഷ് ചെയ്തത് ബിനു ചേട്ടനും അമ്മയൊക്കെയാണ്. അല്ല കുടുംബം അതെ നന്ദി പറഞ്ഞുകൊണ്ട് അതെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും കൂടി നന്ദി പറയുന്നു. അതുപോലെ
നമ്മുടെ വീഡിയോ ഇത്രവേള് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ, ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ നല്ലൊരു വീഡിയോ